നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റാണ് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പം അത് മരത്തിൻ്റെ ഒരു പീസ് വെച്ച് നമ്മൾ അടിയൊരു ക്രാഫ്റ്റ് നമുക്കിത് ആദ്യം വൃത്തിയാക്കരുത്. കംപ്ലീറ്റ് നമുക്ക് വൃത്തിയാക്കിയിട്ടാം. നമ്മൾ അധികം ഇത് വൃത്തിയാക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിത് പിന്നെ ചുമരിന് ഇങ്ങനെ വെക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു കിളി തത്തയാൻ കാട്ടി നോക്കുന്ന പോലെയാണ്, ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നോക്കുന്ന പോലെയാണ് നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് അധികം വൃത്തിയാക്കുന്നില്ല, ഇതിൻ്റെ നമ്മുടെ ഒറിജിനാലിറ്റി പോയി പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഇതിങ്ങനെ ചുമരിന് വെക്കേണ്ട പരിപാടിയാണ്. ഇതൊരു തത്തയിൻ്റെ അകത്ത് നോക്കുന്ന പോലെ. ഓക്കെ, അപ്പം നമുക്ക് എംസിൽ ഞാൻ 2 എംസിൽ വാങ്ങിയിട്ടുണ്ട്. ചെറിയ പൈസേൻ്റെ എംസിലാണ് 30 രൂപ വാങ്ങി. അപ്പോൾ 2 വാങ്ങിയിട്ട് നമുക്ക് ആവശ്യം എത്രയൊന്നും വേണ്ടി വരില്ല. തത്തേൻ്റെ ഒരു പൊത്തിൻ്റെ അകത്തും തത്ത ഇങ്ങനെ നോക്കുന്ന പോലെ. അപ്പോൾ ഫുള്ളായിട്ട് വേണ്ട, തത്തേൻ്റെ പിന്നെ മുഖം മാത്രമാണ് വേണ്ടി വരിക, തത്തേൻ്റെ തട മാത്രം. അത്ര ബാക്കി ഉള്ളിലുള്ള പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എംസിൽ പൊട്ടിച്ചിട്ട് തലയുണ്ടാക്കുന്ന പരിപാടി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു എംസിയിൽ എടുത്തിട്ടുണ്ട് 30 രൂപേൻ്റെ. അപ്പം നമ്മൾ മറ്റേതും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ തത്തേൻ്റെ തല ആക്കാനാണ്. അപ്പം നമുക്കിത് പൊളിച്ചിട്ട് തത്തേൻ്റെ തലേൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയിട്ടാം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് പഴയ പൗഡറിന് തട്ടുന്നുണ്ട്. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ എംസിയിൽ കൈക്ക് നല്ലോണം പറ്റിപ്പെടുക്കും. അപ്പോൾ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് പഴയ പൗഡറുകൾ തട്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ എംസിയിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പശീൻ്റെ ഒരു തലേൻ്റെ ഷേപ്പ് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊക്ക് ഫിറ്റ് ചെയ്യണം. കൊക്ക് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ കളർ അടിക്കണം. കളർ അടിച്ചാൽ ശരിയായ ഒരു ഭംഗി വരിക. നോക്കാം, കാവും നോക്കാം. തൊട്ടാം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിതാ ഇതിങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തിൻ്റെ കൊക്കിൻ്റെ പണിയാണ് നമുക്ക് ചെയ്യേണ്ടത്. കൊക്കാക്കി കൊടുക്കണം ഇതിന്. അപ്പോൾ തത്ത ഇങ്ങനെ കൊത്തിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കൊക്കാക്കി വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു എംസിയിലും കൂടി ഇതിന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഉപയോഗിച്ചിന്. അപ്പോൾ ഒന്നും കൂടി വാങ്ങിയിട്ട് ഇപ്പോൾ ഇനി കൊക്ക് ആക്കണ്ടെങ്കിൽ അത് തീർന്നു പോയി. അപ്പോൾ ഒന്നും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ചെറിയ എംസിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി ഇവിടെ കൊക്ക് ഫിറ്റാക്കണം. അപ്പോൾ അതിൻ്റെ പണി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണാം നമ്മളൊരു ചെറിയൊരു പീസ് ഇതിനെ കൊക്ക് പോലെ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ തത്തേനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവുമെന്ന് അറിയില്ല, എന്തായാലും ഒരു കിളിയാവും. ഈ പൊത്തിനകത്ത് ഒരു കിളി ഇരിക്കുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ കൊക്ക് നമ്മൾ കത്തിയിൽ പണിങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് ആ കൊക്കിൻ്റെ ആ ഒരു രൂപം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി തത്തേൻ്റെ കൊക്കിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവില്ല ഇങ്ങനെ. അപ്പോൾ അതാണ് ആക്കേണ്ട പരിപാടി. നമ്മൾ മുന്നേ ഒരു തത്തേനെ ആക്കി. അപ്പോൾ അത് നമ്മൾ ഇത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് വീട്ടിൻ്റെ ബാക്കിൽ ഒരു മരം മുറിച്ചിട്ടൊക്കെ പോയാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടി. അപ്പം എന്നാൽ നമ്മുടെ മനസ്സിൽ വന്ന ഐഡിയ ആണ്. ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് തത്ത നോക്കുന്ന പോലെ ആക്കി വെക്കാൻ ഐഡിയ ആണ്. അതുകൊണ്ടാണ് ആക്കി ഒന്നും കൂടി തത്തേനെ തന്നെ ആക്കുന്നത്. മുന്നേ നമ്മൾ തത്തേനെ ആക്കി അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം നമ്മൾ കൊക്ക് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണില്ല കൊക്ക് നമ്മൾ തത്തേൻ്റെ കൊക്ക് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെയിന്റ് അടിക്കലാണ്. പെയിന്റ് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ എംസിയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒട്ടിക്കും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെയിന്റ് അടിക്കുന്ന പരിപാടി നോക്കാം പെട്ടെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് പെയിന്റ് അടിക്കുന്ന പരിപാടി നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പെയിന്റ് അടിക്കണം. നമ്മളെ പച്ച പെയിന്റ് അടിച്ച് തത്തേൻ്റെ അതേ കളർ നമ്മൾ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മുന്നേ ഒരു തത്തേനെ ആക്കി. അപ്പോൾ അത് പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഫിറ്റാക്കി നോക്കാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഫിറ്റാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെയിന്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫിറ്റാക്കാം. അപ്പോൾ നമ്മൾ പെയിന്റ് എടുക്കുന്ന ബോക്സിൽ പെയിന്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ച പെയിന്റ് അടിക്കുന്നുണ്ട് തത്തക്ക്. നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ തത്തക്ക് നമ്മൾ കണ്ണ് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എംസിയിൽ ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് 2 സൈഡിൽ കണ്ണ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വിട്ടുപോയതാനോ. അപ്പം നമുക്കിത് ഒന്നും കൂടി പെയിന്റ് ചെയ്ത് കൊക്കെല്ലാം പെയിന്റ് ചെയ്തിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണാം തത്ത നല്ല അടിപൊളി പെയിന്റിൽ അടിച്ച നല്ല ഒറിജിനാലിറ്റി തത്തന. ഒറിജിനൽ തത്തനപ്പം തന്നെ കാണും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഈ പ്ലസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ എംസിൻ്റെ മേലെ പിന്നെ പെയിന്റിങ് അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ മുന്നേ ഒരു തത്തേനെ ആക്കിയാണ്. അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത പോലെ തന്നെ എംസിൻ്റെ മേലെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടിങ് ആയിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി ദിവസം കഴിഞ്ഞു പോയി. ഇനി നമ്മൾ ഇത് ഇവിടെ എംസിയിൽ ഉപയോഗിച്ച് ഇവിടെ ഫിറ്റാക്കേണ്ട പരിപാടിയാണ് അർത്ഥം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മുന്നേ ഒരു തത്തേനാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ചാനലിൽ നമ്മൾ എടുത്തിന്. അത് നമ്മുടെ ചാനലിൽ മുന്നേ കിട്ടിന്. അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതിവിടെ വെച്ചിട്ട് അത് ഇവിടെയും കൂടി ഫിറ്റാക്കും നമ്മൾ എംസിനെ കൊണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇത് ഇതിൻ്റെ അകത്ത് ഫിക്സ് ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇവിടെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാം. ഇത് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ എംസിയിൽ കുറച്ചും കൂടി എംസിയിൽ വെച്ചിട്ട് നമ്മളിതാ നല്ല ഫിക്സ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകില്ല. നല്ല അടിപൊളി നല്ല കോട്ടിങ് ആക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് വകയിൽ എങ്ങനെയാണ് വരും? ഇവിടെ ഹോൾസ് ഉണ്ട്, ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എംസിയിലേക്ക് ടൈറ്റ് ആക്കി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എംസിയിൽ ഉപയോഗിച്ച് നല്ല ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ ഹോൾ പിന്നെ ഇവിടെ എംസിൽ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് എംസിൽ പിന്നെ വേറോട്ടായിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണി ശേഷം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നിങ്ങൾ ഞാൻ മുന്നേ ഒരു തത്തൻ ഉണ്ടാക്കി നോട്ടില്ലേ, അത് നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അതൊന്ന് ഫിറ്റാക്കി വെക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അത് 2-3 വീഡിയോ ഇട്ടിരുന്നു, ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും തുടർച്ചയായിട്ട് വീഡിയോ ഇതുപോലത്തെ ക്രാഫ്റ്റുകൾ ആർട്ടുകളെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് മറ്റേ തത്തനെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ആ തത്തനെ എടുത്തിട്ട് വരാം. ഇത് നമ്മൾ മുന്നേ ചെയ്ത ഒരു തത്തയാണ്, എംസിനെ കൊണ്ടുവരാൻ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിനി. അപ്പം നമുക്ക് ഇതിവിടെ ഞാൻ വെച്ചാൽ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 തത്ത ആയിക്കോട്ടും. കാണാൻ വേണ്ട, ഇത് 1 കൊല്ലം മുന്നേ ആക്കിയതാണ്. പെയിൻ്റൊന്നും പോയിട്ടില്ല, പെയിൻ്റൊന്നും അത്രയും കോട്ടിങ്ങിലുണ്ട്. ആ മറ്റേ പ്ലസ്റ്റിക് ഇട്ടിച്ചതുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് അടുത്ത പണി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് മറ്റേ തത്തനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 20 രൂപേൻ്റെ ഒരു എംസിയിൽ കൂടി വാങ്ങി. അപ്പോൾ നമ്മൾ ടോട്ടൽ 30 രൂപേൻ്റെ 2 എംസിയിലും 20 രൂപേൻ്റെ ഒരു എംസിയിലും. അപ്പോൾ ആകെ ഒരു 80 രൂപ മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ. പിന്നെ പെയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ പെയിന്റിന് 20 രൂപയാണ്. അത് കുറച്ചടിച്ചിനി. അപ്പോൾ വേറെ ചിലവൊന്നുമില്ല. അതിനെക്കൊണ്ട് ഇത്തിരി മനോഹരമായ ഒരു ക്രാഫ്റ്റ് ആക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒട്ടിക്കുന്ന പരിപാടി നോക്കാം. ഒട്ടിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് എംസിയിൽ വെച്ചിട്ട് ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കാണാം. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ചുമരിന് വെച്ച് നോക്കാം. ചുമരിന് നമുക്ക് വെക്കേണ്ട പരിപാടിയാണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഹുക്ക് പോലെ ആക്കും. അല്ലെങ്കിൽ ഒരു ആണി അടിച്ചിട്ട് പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അത് പറഞ്ഞു വിടും, ഈ പ്രശ്നമില്ല. നമുക്കൊന്നും കൂടി ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വർക്ക് നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചുമര് തൂക്കാനാണ് പരിപാടി. ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ഹുക്ക് വെക്കണം വിചാരിച്ചിന്. പക്ഷേ ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ബാക്കിൽ ഒരു ഓട്ട ആദ്യം ഉണ്ട്, ഒരു ഓട്ടയുണ്ട്. അപ്പോൾ നമ്മളൊരു ചുമരിന് ആണി അടിച്ചിട്ട് അവിടെ അങ്ങനെ കുളത്തി വെക്കാനാണ് പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് കാണാം സൂപ്പർ, സത്യം നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മളിങ്ങനത്തെ ഓരോരോ ക്രാഫ്റ്റ് നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോന്നിടുന്നതായിരിക്കും. അപ്പം നമുക്കിത് ചുമരിന് വെച്ച് ഫിറ്റാക്കി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. വളരെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമുക്കിത് പോയിട്ട് ചുമരിന് ഫിറ്റാക്കി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണാം നമ്മൾ ഈ ചുമരിന് ഫിറ്റാക്കി എങ്ങനെ ഉണ്ടാവാം. അപ്പോൾ മോശമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഉണ്ടാവും ഇത് കാണാൻ. അപ്പോൾ നമ്മൾ ബേക്കിൽ നമ്മളിങ്ങനെ ഒരു ഹോൾസ് ഉണ്ട്, നമ്മൾ ആണിയുടെ തറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫിറ്റാക്കാനാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ ഇവിടെ മുന്നേ നമ്മളൊരു ഫോട്ടോ തൂക്കിയൊക്കെ ആണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തൂക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയല്ല, നല്ല സ്ഥലത്താണ്. ഇത് നമ്മൾ മുന്നേ ഏതൊരു ഫോട്ടോ തൂക്കിയാണ് ആണിയില്ല. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് അവിടെ ഫിറ്റാക്കി വെച്ച് കാണിച്ചു തരാം. എങ്ങനെയാണ് അത് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ